തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെയും ബിജെപിയെയും മറികടക്കാൻ വമ്പൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ്. നാളെ മുതൽ മുഖ്യമന്ത്രിമാരെയും പ്രധാന നേതാക്കളെയും അണിനിരത്തി വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാനാണ് നീക്കം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവ വാഗ്ദാനങ്ങളിൽ ഉണ്ടാകും. കെജ്രിവാൾ ദേശവിരുദ്ധൻ എന്ന ആരോപണം ഉയർത്തി അജയ്യമാക്കാൻ വാർത്താ സമ്മേളനം നടത്തും. വർഷങ്ങളോളം തുടർച്ചയായി ഡൽഹി ഭരിച്ച കോൺഗ്രസിന് നിലവിൽ നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ല. പ്രചരണത്തിൽ പ്രധാനമന്ത്രിയും അരവിന്ദ് കെജ്രിവാളും സജീവമായിരിക്കെ കോൺഗ്രസിന് കാര്യമായ ഇളക്കം ഉണ്ടാക്കാനായിട്ടില്ല. ഇതെല്ലാം മറികടക്കാനാണ് പുതിയ തന്ത്രങ്ങളുമായി പ്രചരണ രംഗത്തേക്ക് കോൺഗ്രസ് എത്തുന്നത്. സൗജന്യ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കളം നിറഞ്ഞു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ വാഗ്ദാനങ്ങൾ കൊണ്ട് പിന്നിലാക്കുകയാണ് ആദ്യപടി. നാളെ മുതൽ പ്രധാന നേതാക്കൾ ഓരോരുത്തരായി എത്തി വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിമാരായ സുഖ്വീന്ദർ സിംഗ് സുഖു, രേവന്ത് റെഡ്ഡി, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയവരാണ് ഇതിനായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുക. രാജസ്ഥാൻ മാതൃകയിൽ 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ, 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, മലിനീകരണം തടയാൻ റോഡ് മാപ്പ് തുടങ്ങിയവ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടും. വിമർശനങ്ങൾ ഒഴിവാക്കാൻ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും, സർക്കാർ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും തുടങ്ങിയവയും വിശദീകരിക്കും. ശേഷം ദിനംപ്രതി ഒരു ചോദ്യം വീതം ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കും. അതേസമയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞതും ശ്രദ്ധേയമാണ്. പറഞ്ഞതൊന്നും കൃത്യമായി പാലിക്കുന്നില്ല, സ്വന്തം പ്രവൃത്തികൾ തന്നെ AAP സർക്കാരിന് തിരിച്ചടിയാകുമെന്നും സന്ദീപ് ദീക്ഷിത് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഷീലാ ദീക്ഷിത് എന്താണ് ഡൽഹിക്ക് വേണ്ടി ചെയ്തതെന്ന് എടുത്തു കാണിക്കേണ്ടതുണ്ടെന്ന് മകൻ കൂടിയായ സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. PTIക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 5 അല്ലെങ്കിൽ 10 സീറ്റുകളോ കോൺഗ്രസിന് ലഭിക്കുകയും AAPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ കെജ്രിവാളിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ ചോദ്യം നിങ്ങൾ AAPക്കാരോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവർക്കാണ് 7 8 സീറ്റുകൾ ലഭിക്കുക എന്നാണ് സന്ദീപ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് ദീക്ഷിതും മത്സര രംഗത്തുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAPയുടെ എല്ലാമായ അരവിന്ദ് കെജ്രിവാളിനെയാണ് അദ്ദേഹം നേരിടുന്നത്. മുൻ MP പർവേഷ് വർമ്മയാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ 70 സീറ്റുകളിലേക്കും AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രചരണ പരിപാടികളും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ 48 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 29 സ്ഥാനാർത്ഥികൾ അടങ്ങിയ ആദ്യഘട്ട പട്ടിക BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.